മുമ്പ് ആഹാരമൊന്നും കഴിക്കില്ലായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരീരം മൊത്തം വീക്കായിരുന്നു. ഓൺലൈനിൽ കണ്ടായിരുന്നു. ഇവിടെ റിക്കവറി കേസസ് കൂടുതലുണ്ടെന്നറിഞ്ഞാണ് ഇങ്ങോട്ട് വന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. ഇവര് ഫസ്റ്റ് ടൈം മെഡിസിൻ എടുത്തിരുന്നു. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇവർക്ക് എന്ത് ക്യാൻസറാണ് വന്നതെന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയും നമുക്ക് മാഡത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം മാഡം. മാഡത്തിന്റെ പേര്? എന്റെ പേര് രേണുമ. എവിടെ നിന്ന് വരുന്നത്? വൈജാൻ. പേഷ്യന്റ് ആരാ? എന്റെ അമ്മയാണ്. ഓക്കെ. അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? 80 വയസ്സ്. അമ്മയുടെ പേരെന്താ മാഡം? ബേബി. ബേബി. ഓക്കെ ഓക്കെ. ആ. ഡോക്ടറിനെ കണ്ടപ്പോ എന്ത് ക്യാൻസർ ആണെന്നാണ് നിങ്ങളോട് പറഞ്ഞത്? ഗർഭാശയ ക്യാൻസർ. സെർവിക്കൽ ക്യാൻസർ. ഓക്കെ. ഗർഭപാത്ര സംബന്ധമായ ക്യാൻസർ ആകുമ്പോ പുറത്തേക്ക് എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവുമല്ലോ, അതെങ്ങനെയാ മാഡത്തിന് മനസ്സിലായി? ആഹാരമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഡൈജഷൻ ആവുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചത്. ലാസ്റ്റ് മന്ത് വന്നപ്പോൾ ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ കുറച്ചൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും നല്ല ക്ഷീണമുണ്ട്. Okay. അതിനെപ്പറ്റി ഡോക്ടറോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ വന്നത്. ഇവിടെ ഇപ്പൊ വന്നിട്ട് എത്ര നാൾ മെഡിസിൻ കഴിച്ചിരുന്നു? 45 ഡേയ്സ്. 45 ഡേയ്സ്. ഓക്കെ. ഈ 45 ഡേയ്സിൽ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുമോ? മുമ്പൊന്നും കഴിക്കുന്നില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. ഇത് ഓൺലൈനിലാണ് ഞാൻ കണ്ടത്. ഇവിടെ റിക്കവറി കേസ് കുറെ ഉണ്ടെന്ന് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതാണ് ശരിക്കും സംഭവിച്ചത്. ജനറ്റിക് ആയിട്ട് ആർക്കെങ്കിലും ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ, അതോ മാഡത്തിനാണോ ഫസ്റ്റ് ആയിട്ട്? എന്റെ ആന്റിക്കും മാമന്റെ മോനും ഉണ്ടായിരുന്നു. ഇത് ജനറ്റിക് ആയിട്ട് വന്നതാണെന്ന് ഡോക്ടർ കൺഫേം ചെയ്തിരുന്നു? ഇല്ല, ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും ഡോക്ടർ. പറഞ്ഞില്ല. ഓക്കെ മാഡം. ഇപ്പൊ 1 മാസത്തിനുള്ളിൽ തന്നെ ഫുഡ് നേരത്തെ കഴിക്കാൻ പറ്റുമായിരുന്നില്ലല്ലോ, ഇപ്പൊ കഴിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയല്ലേ പറഞ്ഞേ? സോ ഡോക്ടർ പറഞ്ഞതുപോലെ ഫോളോ ചെയ്തോളൂ എല്ലാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക് യു.